കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടന്റെ നോട്ടീസ് നിയമസഭയിൽ സ്പീക്കർ തള്ളിയതും മൈക്ക് ഓഫ് ചെയ്തതുമെല്ലാം വലിയ ചർച്ചയായിരുന്നു. അതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെയുള്ള കേസ് അട്ടിമറിക്കുന്നതിനെതിരെ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസും സ്പീക്കർ തള്ളിയിരിക്കുകയാണ്. വിഷയം കോടതിയുടെ പരിഗണനയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർ പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചത്. ഇതോടെ സർക്കാരിനെതിരെ ഉയർത്തുന്ന ഒരു ചോദ്യത്തിനും ഇനി മുതൽ സർക്കാർ യാതൊരു മറുപടിയും നൽകില്ല എന്ന നിലപാട് അറിയിക്കുകയാണ് ചെയ്യുന്നത്. നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ച സംഭവത്തിൽ കോടതി ഇടപെടലിനെ തുടർന്ന് പോലീസ് കേസെടുത്തിട്ടും അന്വേഷണം അട്ടിമറിക്കുന്നുവെന്നാരോപിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സമീപകാലത്ത് നടന്ന സംഭവമല്ലെന്നും വിഷയം കോടതി പരിഗണനയിലാണെന്നും വ്യക്തമാക്കി സ്പീക്കർ നോട്ടീസ് തള്ളി. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചെങ്കിലും സ്പീക്കർ വഴങ്ങിയില്ല. ഷാഫി പറമ്പിലാണ് നോട്ടീസ് നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഇടതും വലതും നിൽക്കുന്ന ഗൺമാന്മാരാണ് ചട്ടം ലംഘിച്ചുകൊണ്ട് പ്രവർത്തകരെ മർദ്ദിച്ചത്. ചോദ്യം ചെയ്യലിന് പോലും ഗൺമാൻ ഹാജരാകുന്നില്ലെന്നും നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ വിഷയം കോടതിയുടെ പരിഗണനയിലാണെന്നതിനാലും സമീപകാലത്ത് നടന്ന സംഭവമല്ലാത്തതിനാലും നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് സ്പീക്കർ നിലപാടെടുത്തു. ഈ സമീപകാലത്ത് നടന്ന സംഭവം തന്നെയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ചൂണ്ടിക്കാണിച്ചു. കേസിലെ അട്ടിമറിയാണ് തങ്ങൾ നോട്ടീസിൽ ഉന്നയിച്ചതെന്ന് സതീശൻ വിശദീകരിക്കുന്നതിനിടെ സ്പീക്കർ നോട്ടീസിന് അനുമതി നൽകാനാകില്ലെന്ന് ആവർത്തിച്ചു. നവകേരള യാത്ര ആലപ്പുഴയിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ച് പിന്മാറിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ്, KSU ജില്ലാ പ്രസിഡന്റ് A.D. തോമസ് എന്നിവരെ പിന്നിൽ വന്ന വാഹനത്തിൽ നിന്നും ഗൺമാൻ അനിലും എസ്കോട്ടിലെ പോലീസുകാരൻ സന്ദീപും മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വൈറലായിരുന്നു. കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്ത് ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ഇരുവരും ഹാജരായിട്ടില്ല. അനിൽകുമാറിനും സന്ദീപിനും പുറമെ കണ്ടാലറിയാവുന്ന മറ്റു 3 ഉദ്യോഗസ്ഥരും കേസിൽ പ്രതികളാണ്. നേരത്തെ ഇത്തരം സംഭവങ്ങളെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചത് മുഖ്യമന്ത്രിക്ക് വിനയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം വിവാദങ്ങളിൽ കൃത്യമായ മറുപടിയും ഇല്ല. ഈ സാഹചര്യത്തിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാത്തതെന്ന് പ്രതിപക്ഷം തിരിച്ചറിയുന്നു. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മാസപ്പടി അഴിമതിയിലും തൽക്കാലം മൗനം പാലിക്കാനാണ് സർക്കാരിന്റെയും CPM-ന്റെയും തീരുമാനം. സമാന രീതിയിൽ ഗൺമാൻ വിഷയത്തിലും മൗനം തുടരും.